ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആനിമി വില്ലേജ്. അപ്പം നമ്മൾ എന്താണ് ഇപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ നമ്മളെ മൈക്കൊക്കെ കേടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കഴിയാത്തതെന്നത്. അപ്പം നമ്മൾ പിന്നെയും പുതിയ മൈക്കൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ പുതിയ വീഡിയോ ഇടാൻ വന്നിക്കാണ്. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് സീസൺ 1 എപ്പിസോഡ് 11 ആണ്. അപ്പം എപ്പിസോഡിലേക്ക് നേരെ പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മൾ അപ്പാപ്പ ഉണ്ടാക്കുന്ന പാലാണ്. ഇനി അഥവാ വന്ന അപ്പൂപ്പനെ വില്ലൻ ആക്രമിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ബഡാമാസ് സാക്കുറനെ തന്നെയാണ് അപ്പാപ്പന് കാവൽ നിർത്തി. സാക്കുറാണെങ്കിൽ ഇവിടെ കോട്ടുവാക്കിട്ട് ഒന്ന് ഉറങ്ങി നീച്ചും കളിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയും, നീ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വില്ലൻ ആദ്യം കൊല്ലുക നിന്നെ ആവുന്ന്. അത് കേട്ടിട്ട് നമ്മുടെ സാക്കുറക്കാണെങ്കിൽ ഒന്ന് കലി കയറും. അപ്പോൾ മറ്റോൽ രണ്ടാൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സാക്കുറ വല്ല കൂളായിട്ട് മാസമായിട്ട് പറയും, ഓലിപ്പോഴും മരം കയറാൻ നിൽക്കുകയാണെന്ന് പറയും. അപ്പം നമ്മുടെ വില്ലൻ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കും, സാക്കുറ മാത്രം ഇപ്പം ഇങ്ങനെ പാസ്സായി പോകുന്നു, ഓല് രണ്ടാൾ പാസ്സാവാതെന്ന് ഇരിക്കുമ്പോൾ സാക്കുറക്കാണെങ്കിൽ കലി ഇങ്ങനെ എരച്ച് കയറും. അപ്പോഴായിരിക്കും വില്ലൻ്റെ നമ്മുടെ മുത്തശ്ശൻ്റെ ഒരു അസിസ്റ്റൻ്റ് വന്നിട്ട് നമ്മുടെ മുത്തശ്ശനോട് പറയാം, ഇത്രയും കാലം ഞാൻ പണിയെടുത്തു, നിങ്ങളെ കൂടെയുള്ള എല്ലാ ആൾക്കാരെയും ആ വില്ലൻ കൊന്നു, ഇനി എന്നെ കൂടി കൊല്ലാൻ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ, അതിനെന്താ നീ ഇപ്പോൾ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ പോവാണ്, എനിക്കിനി ഇവിടെ നിൽക്കണ്ട, ഞാനിനി നിന്ന എന്നെ കൂടി കൊല്ലുമെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ, നീ പോവുകയാണെങ്കിൽ പോയിക്കോ, എൻ്റെ കൺമുമ്പിൽ കാണരുത് എന്നൊക്കെ അവനോട് പറഞ്ഞിട്ട് അവൻ ആട്ടി ഓടിക്കും. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ സാക്കുറക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മുത്തശ്ശനാണെങ്കിൽ കുറച്ച് സെഡാവും, സാക്കുറാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കാവും. പിന്നെ കാണിക്കുക നമ്മളെ ഞാറൂട്ടോനായിരിക്കും. ഞാറൂട്ടി സാസ്ക്കാണെങ്കിൽ ഇപ്പോഴും മരം കയറാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓടി വന്ന് കയറും, അതേമാതിരി തന്നെ തലയും കുത്തി വീഴും. ഇവ രണ്ടാളും മനസ്സിൽ ആകെയുള്ളത് മറ്റവനെ കാട്ടി ഹൈറ്റ് കയറണം, മറ്റവനെ കാട്ടി ഫസ്റ്റ് കയറണം എന്ന് മാത്രമായിരിക്കും. പിന്നെ ഇവിടെ കാണിക്കുക നമ്മുടെ മുത്തശ്ശനെയും നമ്മുടെ സാക്കുറനെ ആയിരിക്കും. അപ്പോൾ സാക്കുറയും മുത്തശ്ശനും കൂടിയും ഒരു ഉണങ്ങി തിരിഞ്ഞ അവരുടെ നാട്ടിലെത്തും. ഈ നാടാണെങ്കിൽ ഫുള്ള് വെള്ളമില്ല, ഭക്ഷണവുമില്ല, ഫുള്ള് പട്ടിണി ദാരിദ്ര്യം മാത്രം. ഇവിടെ ആണെങ്കിൽ അവരൊരു ഫുഡുള്ള പീടിക കയറും. അവിടെ ആണെങ്കിൽ സ്വർണം വെച്ച കണക്കായിരിക്കും കുറച്ച് ക്യാബേജും ബീട്രൂട്ടും ക്യാരറ്റൊക്കെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കേട്ടിട്ട് ഈ നമ്മളെ സാക്കുറ പറയും, ഇതിനാണോ ഇപ്പോൾ നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ആ ബാഗ് തൊടാൻ നോക്കുമ്പോൾ ഒന്ന് സ്ലിപ്പായിട്ട് സാക്കുറൻ്റെ ബാക്കിലായിരിക്കും കൈ തട്ടുക. സാക്കുറ തിരിഞ്ഞ് നിന്ന് കാലുകൊണ്ട് ഒരൊറ്റടി അവൻ്റെ തല തിരിഞ്ഞ് അടിച്ചു വെക്കും. അത് കഴിഞ്ഞ് സാക്കുറ വീണ്ടും നടക്കുക, പിന്നെയും വന്ന് പിടിക്കും. അപ്പോൾ ഇനി ആരാ ഇത് തീർന്നില്ലേ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറിയ ചെക്കനായിരിക്കും. ഹലോ സാക്കുറ ചേച്ചി, എന്തേലും കഴിക്കാൻ തരുമോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാക്കുറയ്ക്കാണെങ്കിൽ സങ്കടവും പാവം ഒക്കെ തോന്നും. സാക്കുറ ആണെങ്കിൽ കയ്യിലുള്ള മിഠായിയും ചോക്ലേറ്റും ഒക്കെ എടുത്തിട്ട് അവൻ്റെ കൈ കൊടുക്കുമ്പോൾ താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവും ആ കൊച്ച്. അപ്പോൾ നമ്മുടെ അപ്പാപ്പ മുത്തശ്ശൻ പറയും, ഇതൊക്കെ ആവാൻ കാരണം ഈ പട്ടിണിയും ദാരിദ്ര്യവും എല്ലാവരും ഇങ്ങനെ ആവുന്നതൊക്കെ അവൻ കാരണം. ഞാൻ എത്രയും പെട്ടെന്ന് ആ പാലുണ്ടാക്കും, എന്നതിന് ശേഷം അവൻ അടിച്ചോടിച്ചിട്ട് ഈ നാടിനെ ഞാൻ രക്ഷിക്കുന്നൊക്കെ അപ്പാപ്പയോട് ഡയലോഗ് അടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ രണ്ട് ചെക്കന്മാരോടെ മരം കയറാൻ വേണ്ടിയിട്ട് കട്ട പ്രാക്ടീസാവും. ഇവർ രണ്ടാളും അടിച്ചു കയറും വികും, അടിച്ചു കയറും വികും. ഇവ രണ്ടാളും മനസ്സിൽ ആകെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റോനം കാട്ടി മുമ്പ് കയറണം, ഇവനം കാട്ടി ഫസ്റ്റ് കയറണം എന്ന ഒരേ ഒരു വിചാരം മാത്രമേ ഇവൻ രണ്ടാളെയും കാട്ടി മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇവനെ കാട്ടിയും ഒരു വടി മുമ്പിൽ നമ്മുടെ സാസ്കെ എത്തുമ്പോൾ ഇവനക്ക് കുറച്ച് കലിപ്പ് കയറും. എന്നാലും സാക്കുറ പറഞ്ഞ ആലോചിച്ചിട്ട് ഇത്രയും നേരം നമ്മൾ തമ്മിൽ തല്ലിക്കൊണ്ടാണ് മത്സരിക്കാൻ നിന്നത്. ഇനി അങ്ങനെയല്ല, ഇനി നമ്മൾ അടിപൊളിയായിട്ട് സ്വന്തം ചക്രയെ കോൺസെൻട്രേറ്റ് ചെയ്ത് മത്സരിക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നാറൂട്ടോനെ സാസ്കെ വിളിക്കും. എന്നിട്ട് സാസ്കെ ചോദിക്കൂ, നേരത്തെ സാക്കുറനോട് ചോദിച്ചപ്പോൾ എന്താ നിന്നോട് സാക്കുറ പറഞ്ഞതെന്ന് ചോദിക്കും. ഇവിടെ ആണെങ്കിൽ നാറൂട്ടോ അന്തം വിട്ടു. കാരണം ആദ്യമായിട്ടാണ് സാസ്കെ തന്നോടൊരു ആഗ്രഹം ചോദിക്കുന്നത്, എല്ലാവരും ആവശ്യപ്പെടുന്നത്. അപ്പം ഇത് കേട്ടിട്ട് നമ്മളെ നാറൂട്ടോ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കുമോ, ഒരിക്കലുമില്ല, ഞാൻ എന്തിന് പറഞ്ഞു തരണം എന്ന് വയ്ക്കുമ്പം
സാസ്കയാണെങ്കിൽ അവനെ തുറച്ച് നോക്കും. റൂട്ട് വിട്ടെടുക്കാതെ ഒന്നൊന്നര തുറച്ച് നോക്കല്ലേ അങ്ങോട്ട് പോവും. ഇവർ നോക്കി 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 1.5 മണിക്കൂർ അങ്ങനെ പോയിട്ട് പിന്നെ കാണിക്കുക നമ്മൾ കക്കാച്ചിനും നമ്മൾ ആൾക്കാരൊക്കെ ആയിരിക്കും. ഇവർ തിന്നണ കാര്യത്തിലും മത്സരം തന്നെ ആയിരിക്കും. ഞാൻ ഫസ്റ്റ് തിന്നൊക്കെ പറഞ്ഞ് മത്സരിക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഫുഡിനെ ഇവർ ഇങ്ങനെ ആക്കുകയാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സാക്കുറക്കാണെങ്കിൽ കലിപ്പ് കയറി വരും. അപ്പോൾ അവിടെ ചുമരിലൊരു ഫോട്ടോ തൂക്കിയിട്ടിട്ടുണ്ടാവും. ആ ഫോട്ടോയിലാണെങ്കിൽ ഒരാളെ തല മാത്രം ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കുടിയനപ്പാപ്പൻ്റെ മോള് പറയും അത് വേറെ ആരുമല്ല എൻ്റെ ഭർത്താവാണെന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പൊടിച്ചക്കനാണെങ്കിൽ അവിടുന്ന് കസാലയൊക്കെ തട്ടിമറിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോവും. അപ്പം ഈ ചെക്കൻ എന്താ ഇങ്ങനെയെന്ന് നമ്മളെ ചെക്കന്മാർ ചോദിക്കുമ്പോൾ നമ്മുടെ കുടിയാനപ്പാപ്പാണെങ്കിൽ കുറച്ച് സങ്കടത്തിൽ പറയും അവന് ആ സംഭവത്തിന് ശേഷം അങ്ങനെ തന്നെയാണ്. ആ സംഭവം നടന്നിട്ടില്ലെങ്കിൽ എൻ്റെ മോൻ ഇപ്പോഴും സന്തോഷത്തോടെ ഉണ്ടാവും. അങ്ങനെ ആ സംഭവത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെക്കന്മാർ ചോദിക്കും അതെന്താ സംഭവം, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരുമോയെന്ന് നമ്മുടെ എല്ലാവരും ചോദിക്കുമ്പോൾ കുടിയനപ്പാപ്പൻ പറയും അന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ ചെക്കൻ ഒരു പട്ടിക്കുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കുറച്ച് വില്ലൻ ചെക്കന്മാർ വന്നിട്ട് ഈ പട്ടിക്കുട്ടീനെ എടുത്തിട്ട് നേരെ എറിഞ്ഞ് വെള്ളത്തിലോട്ടൊരൊറ്റ ഏറെറിയും. ഇത് കണ്ടിട്ട് ഇവൻ്റെ ഫേവറേറ്റ് പട്ടിക്കുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെക്കനാണെങ്കിൽ നല്ല സങ്കടമാവും. നമ്മളെ ചെക്കനാണെങ്കിൽ അതിന് നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. എന്നതിന് ശേഷം നമ്മളെ വില്ലന്മാർ പറയും വേണമെങ്കിൽ നിനക്കതിനെ വേണമെങ്കിൽ അവനെ പോയി രക്ഷിക്കുന്നിങ്ങനെ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വളരെ സങ്കടമാവുണ്ടായിരിക്കും. കാരണം ഇവൻക്ക് നീന്താൻ അറിയില്ല. അപ്പം തന്നെ വില്ലൻ ചെക്കൻ വന്നിട്ട് ഇവനെ തള്ളിയിടും. ഇവനാണെങ്കിൽ നീന്താൻ അറിയാത്തതുകൊണ്ട് തന്നെ അവിടെ മുങ്ങിത്താന്ന് കളിക്കുമ്പോൾ ആ പട്ടിക്കുട്ടിയാണെങ്കിൽ ഇവനെ മൈൻഡ് ചെയ്യാതെ നീന്തിപ്പോയിട്ട് കരയിൽ ചെന്ന് നിന്നിട്ട് ഒന്ന് വെള്ളം കൊടുഞ്ഞ് പട്ടിക്കുട്ടി പോവും. ഇവിടെ ആണെങ്കിൽ ഇവന് മുങ്ങി 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 അവസാനം വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ ഇവരെ ആ പട്ടിക്കുട്ടിനെ പിടിക്കാൻ വേണ്ടി ആ വില്ലന്മാർ പോവും. അങ്ങനെ എൻ്റെ കഥ കഴിഞ്ഞു, ഇനി അങ്ങോട്ട് ഞാനില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇവൻ്റെ ബോധം തനിയെ പോവും. കുറച്ച് കഴിഞ്ഞിട്ട് വെയിലടിക്കുമ്പോൾ അവൻ കണ്ണ് തുറക്കുമ്പോൾ ഉണ്ടാവും ഇനി ഇവൻ കരയിൽ നല്ല സുഖമായിട്ട് കിടക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് ഒരാളുണ്ടാവും. ആളാണെങ്കിൽ മീനൊക്കെ പുഴയിൽ നിന്ന് പിടിച്ചിട്ട് നല്ല ചുട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ വില്ലൻ ചെക്കന്മാരെ 4 പച്ചത്തറിയും പറഞ്ഞിട്ട് ഓലെ ഇയാൾ അടിച്ചോടിച്ചിട്ടുണ്ടെന്നൊക്കെ അവനോട് പറയുമ്പോൾ ഇവൻ ചോദിക്കും നിങ്ങളാരാ, നിങ്ങൾക്ക് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു മത്തി കഷ്ണം എടുത്തിട്ട് നമ്മുടെ ചെക്കന് കൊടുക്കും. നമ്മുടെ ചെക്കനാണെങ്കിൽ ആ പട്ടിക്കുട്ടിക്ക് വേണ്ടി ഞാൻ വെള്ളത്തിലേക്ക് അവർ ഉന്തിട്ട് ഞാൻ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും ആ പട്ടിക്കുട്ടീനെ മൈൻഡ് ചെയ്യാതെ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾ പറയും നീ ചെറിയ ചെക്കനല്ലേ, നീ അതുകൊണ്ടാണ് പട്ടിക്ക് അതിനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്, നീ വലുതാകുമ്പോഴേക്ക് നീ നല്ലൊരാളാവെന്ന് പറയുമ്പോൾ അവൻ പറയും എനിക്ക് നീന്തൽ പഠിപ്പിച്ച് തരാമെന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മളെ ആൾക്കാരായിരിക്കും കാണിക്കുക. അപ്പം നമ്മുടെ കുടിയനമ്മ വീണ്ടും പറഞ്ഞു തുടങ്ങും അവൻ്റെ പേരാണ് കൈസ. ശരിക്കും ഇവൻ്റെ നമ്മളെ പൊടിച്ചേക്കൻ്റെ അച്ഛൻ ഒരുപാട് കാലം മുന്നേ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അറിയാതെയാണ് നമ്മൾ അവനെ വളർത്തിയത്. പക്ഷേ ഈ കൈസ വന്നിട്ട് അവൻ അച്ഛനെ പോലെ സ്നേഹിക്കാനും ഉപദേശിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഇവനിക്കും അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒരുപാട് വലിയ ബോണ്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാമത്തിൽ ഒരു ദിവസം ഒരു പ്രശ്നം വന്നു. ശക്തമായ ഒഴുക്കിൽ ഡാം പോലുള്ള ഒരു സെറ്റപ്പ് തകർന്ന് മരം അങ്ങോട്ട് പോവും. ആരും ആ ഭാഗത്തേക്ക് 7 വരാൻ നിൽക്കുമ്പോൾ നമ്മുടെ കൈസയായിരിക്കും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തുനിയ. കൈസയാണെങ്കിൽ ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് വന്നിട്ട് ആ കയറും പിടിച്ചിട്ട് ശക്തമായ ഒഴുക്കിൽ വളരെ കഷ്ടപ്പെട്ട് നീന്തും. നമ്മുടെ ചെക്കനാണെങ്കിൽ നല്ല പേടിയുണ്ടെങ്കിലും അവരും കൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. കൈസയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് നീന്തി ഏഞ്ഞു വലിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കയറ് കെട്ടി തിരിച്ചു വരുമ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കൈസ അങ്ങ് ഇഷ്ടപ്പെടും. കാരണം കൈസ അത്രയും ധീരനായിരുന്നു. പിന്നെയും നമ്മുടെ പ്രസൻറ്റ് ടൈം ആയിരിക്കും കാണിക്കുക. നമ്മുടെ കുടിയനപ്പാപ്പനാണെങ്കിൽ പറയും ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ കൈസയെ ഈ വില്ലേജിൽ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ വില്ലേജ് അടക്കി ഭരിക്കണമെങ്കിൽ നമ്മുടെ വില്ലന് കൈസയെ മാറ്റേണ്ടി വന്നിരുന്നു.
അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൈസനെ രാത്രി ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ കൈസനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി. എന്നതിന് ശേഷം പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പ്രദർശനത്തിന് വെച്ചിട്ട് അവനെ പട്ടിയെ തല്ലുന്നത് പോലെ വീണ്ടും വീണ്ടും തല്ലിയിട്ട് ഇനി എൻ്റെ മുമ്പിൽ ഡയലോഗ് അടിച്ച് ഈ നാടിന് വേണ്ടി ഇങ്ങനെ അടങ്ങി തുനിഞ്ഞിറങ്ങിയ അവർക്കുള്ള അവസ്ഥ ഇതാണെന്ന് സാധാരണ പട്ടി തല്ലുന്ന പോലെ കണ്ടിട്ട് ജനങ്ങൾക്ക് പോലും സഹിക്കുന്നില്ല. അപ്പം നമ്മൾ പൊടിച്ചക്കൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവിടെ വെച്ച് അവൻ്റെ മുമ്പിൽ തന്നെ വെച്ച് തല്ലി തല്ലി കൊന്നു കളയുന്ന കൈസനെ. അതുകൊണ്ടാണ് നമ്മുടെ പൊടിച്ചക്കൻ ഇപ്പം ആരോട് കമ്പനി കൂടാത്തതും അധികം ആരോട് ഇഷ്ടമില്ലാത്തതെന്നൊക്കെ നമ്മുടെ അപ്പാപ്പവരോട് പറയുമ്പോൾ നറൂട്ടോ പ്രസൻറ്റ് ടൈമിൽ ഞാൻ എന്തായാലും പ്രാക്ടീസ് ചെയ്യുന്ന വെച്ച് 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ അവിടെ തല കറങ്ങി അടിച്ചു വെക്കും. അപ്പോൾ കക്കാശി പറയും ഇവൻ ഒരുപാട് നേരം ചക്രാസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങനെ നീച്ച് നടക്കുകയാണെങ്കിൽ ഇവൻ്റെ കാറ്റ് പോകുമെന്ന് പറയുമ്പോൾ വീണ്ടും ഏന്തി വലിഞ്ഞ് നീച്ചിട്ട് ആ വില്ലൻ്റെ കഥ ഞാൻ കഴിക്കുന്നു പറയുന്ന ആ ടൈമിൽ തന്നെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.